എല്ലാ മാധ്യമങ്ങളും ഇന്റർവ്യൂ നടത്തുമ്പോ മോനെ കുറച്ചു നേരം കൊട്ടൊഴിവാക്കണേ. ഇന്റർവ്യൂ നടക്കുമ്പോ എന്നോട് എല്ലാ മാധ്യമങ്ങളും ചോദിക്കാറുണ്ട്, വടകരയുടെ ഇത്രയും സ്നേഹം പ്രതീക്ഷിച്ചിരുന്നോ എന്ന്. ഞാൻ അവരോട് എപ്പോഴും പറയുന്ന മറുപടി ഞാൻ ഇവിടെയും പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് നിങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പാർലമെന്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി മാത്രമായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വടകരയിലെ കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോ അനുഭവപ്പെടുന്നത്. 4:30 മണിക്ക് ഞാൻ എത്തിച്ചേരേണ്ട ഒരു പോയിന്റിൽ 9:45 വരുമ്പോ കടല് പോലെ പാരാവാരം പോലെ ജനങ്ങൾ കാത്തു നിൽക്കണമെങ്കിൽ അത് വടകരയിലല്ലാതെ മറ്റെവിടെയും നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേരാമ്പ്രയുടെയും മേപ്പയൂരിന്റെയും വടകരയുടെയും സ്നേഹത്തിന്റെ മുമ്പിൽ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ചു പറയുന്നു, നിങ്ങൾ നൽകുന്ന ഒരു അവസരം കൊണ്ട് ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പും വാക്കും എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് എനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ? എന്തിനാണ് ഞാൻ മനസ്സറിവില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെ എനിക്കിപ്പോ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഞാൻ മാത്രമല്ല, അതിന് നിങ്ങളും കൂടെ കാരണക്കാരാണ് എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഇതിന് ഈ കാണിക്കുന്ന സ്നേഹത്തിന്, ഈ പിന്തുണക്ക് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അല്ലാതെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, എന്റെ നിയമസഭാ പ്രസംഗങ്ങളിൽ, എന്റെ സഭയ്ക്ക് പുറത്തെ പ്രസംഗങ്ങളിൽ, എന്റെ നവമാധ്യമ ഇടപെടലുകളിൽ, എന്റെ ചാനൽ ചർച്ചകളിൽ, എന്റെ ബൈറ്റുകളിൽ എവിടെയും ഈ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകനെയും ഒരു എതിർ രാഷ്ട്രീയക്കാരനെയും ഇല്ലാ കഥ പറഞ്ഞ് വ്യക്തിഹത്യ നടത്തുന്നവരുടെ പട്ടികയിൽ ഷാഫി പറമ്പിൽ ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് എന്റെ പേര് വലിച്ചഴക്കുമ്പോ കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചും ചോദിക്കാനുണ്ട്. നാദാപുരത്ത് ഒരു ജീപ്പിനകത്തേക്ക് പടക്കം പൊട്ടിയപ്പോ അവിടെ ജീപ്പിന് നാശനഷ്ടങ്ങൾ വന്നപ്പോ അത് ഉഗ്ര സ്ഫോടനമാണെന്നും ബോംബ് സ്ഫോടനമാണെന്നും അതിന്റെ പിന്നിൽ ഷാഫി പറമ്പിലിന്റെ ആളുകളുമാണെന്ന് ഇവിടെ നവമാധ്യമങ്ങളിലെ സ്റ്റാറ്റസും ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ട ആളുകൾ, എന്തേ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ആരും അതിനെ തള്ളി പറയാതിരുന്നത്? FIR-ൽ അത് പടക്കമാണെന്ന് അറിഞ്ഞിട്ടും എന്തേ അത്തരം പോസ്റ്റുകൾ ശരിയല്ല എന്ന് ആരും അഭിപ്രായം പറഞ്ഞില്ല? ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഞാൻ നിൽക്കുന്ന പടത്തിൽ, ഫോട്ടോയിൽ ധ്യാനെ മാറ്റി വേറൊരാളെ നിർത്തിയിട്ട് കൊലയാളിയുടെ കൂടെ ഞാനിവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു പ്രചരിപ്പിച്ചപ്പോ എന്തേ വേറെ ആരും ഇത് ശരിയല്ല, അത് ധാർമ്മികതയില്ല, അത് വ്യക്തിഹത്യയാണ്, അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞില്ല? എന്തേ കേസെടുക്കാൻ പോലീസിനെ കണ്ടില്ല? എന്തേ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ കണ്ടില്ല? എന്തേ ധാർമ്മികത പ്രസംഗിക്കാൻ ഞാൻ ആരെയും കണ്ടില്ല? ഇവിടെ ചില സംഘടനകളൊക്കെയായി ഞാൻ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയെന്ന വ്യാജ വാർത്ത ദേശാഭിമാനിയിൽ തന്നെ അച്ചടിച്ചു വന്നപ്പോ അത് ശരിയല്ലെന്നറിഞ്ഞിട്ടും എന്തേ ആരും അതിനകത്ത് അത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്തില്ല? പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്നൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോ ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ബോംബുണ്ടാക്കിയതെന്ന്? ഞാനൊരു അമ്പലത്തിൽ ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോ സംഘടിച്ചു നിന്ന് പ്രകോപനപരമായ ഒരു സംഘം ആളുകൾ മുദ്രാവാക്യം വിളിച്ചപ്പോ ഞാൻ എവിടെയും പറഞ്ഞില്ലല്ലോ എതിർ സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചതെന്ന്? കുമാരി രമ്യ ഹരിദാസിനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നവമാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുമ്പോ, തെറിപിടിക്കുമ്പോ, കേട്ടാലിറക്കുന്ന വാക്കുകൾ പറയുമ്പോ എന്തേ ഒരാളും അത് ശരിയല്ല, അത് അവസാനിപ്പിക്കണം, അതിൽ കേസെടുക്കണം, അതിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരാളും മുന്നോട്ട് വന്നില്ല? എന്തേ പോലീസും മുന്നോട്ട് വന്നില്ല? KK രമ എന്ന് പറയുന്ന ഒരു നേതാവിനെ സഭക്കകത്തും പുറത്തുമെല്ലാം ക്രൂരമായി സൈബർ ലിഞ്ചിങ് നടത്തുമ്പോ ഈ പറയപ്പെടുന്ന ആളുകളൊന്നും അതിനെ പ്രതിരോധിക്കാനും രംഗത്ത് വന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് പകരം അതുപോലെ തന്നെ മറുതന്ത്രങ്ങളുമായി ചെയ്യാൻ ഞങ്ങളില്ല. ഞങ്ങളുടെ അറിവോടെ അത് നടക്കില്ല. ഞങ്ങളെ സ്പോൺസർ ചെയ്ത ഒരു വ്യക്തിഹത്യ വേണ്ട. ഒരു വ്യക്തിഹത്യ നടത്തിയിട്ട് എനിക്കൊരു തെരഞ്ഞെടുപ്പ് ജയിക്കുകയും വേണ്ട. ഉള്ളത് പറഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞിട്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിച്ചാൽ മതി. ഒരാളെയും വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നതല്ല. അതിൽ എനിക്കൊരു ഉറപ്പുണ്ട്. ഈ വടകര, ആ വടകരയുടെ മുമ്പിൽ
അത്തരം കള്ളപ്രചാരവേലകൾ വിലപ്പോവില്ല എന്ന് തെളിയിച്ച ഒരു ഉജ്ജ്വല സായാഹ്നമാണ് മേപ്പയൂർ എനിക്ക് സമ്മാനിച്ചത്. ഇത് ഞാൻ മറക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള നന്ദി അതെന്റെ വാക്കിലല്ല, എന്റെ പ്രവൃത്തിയിൽ കാണിക്കുമെന്നുള്ള ഉറപ്പും വാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. ഒരു പൂഴിമണൽ നിലത്ത് വീഴാത്ത തരത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല നിങ്ങൾ ഈ സംഗമത്തിലേക്ക് തിരമാല പോലെ ആഞ്ഞടിച്ചു വന്നത്. മുന്നിൽ നടക്കുന്നവന്റെ മതം നിങ്ങൾക്ക് പ്രശ്നമല്ല, പിന്നിൽ നടക്കുന്നവന്റെ ജാതി നിങ്ങൾക്ക് പ്രശ്നമല്ല. അത് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ അലയൻസും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന രാഷ്ട്രീയം. അതാണ് കോഴിക്കോട്ടെ കടപ്പുറത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ പൗരനെ തീരുമാനിക്കാൻ ജാതി ഒരു പ്രശ്നമാവില്ല, മതം ഒരു പ്രശ്നമാവില്ല, ഭാഷ ഒരു പ്രശ്നമാവില്ല, വസ്ത്രം ഒരു പ്രശ്നമാവില്ല, വേഷം ഒരു പ്രശ്നമാവില്ല, പ്രദേശം ഒരു പ്രശ്നമാവില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൂല്യങ്ങളിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വം തീരുമാനിക്കില്ല എന്ന് കോഴിക്കോട്ടെ കടപ്പുറത്ത് ആർജവത്തോടെ പറഞ്ഞ നേതാവിന് കൈവന്ദിക്കാൻ വടകര മുന്നിലുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ആർക്കും വേണ്ട എന്ന വിനയത്തോടെ ഞങ്ങൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം മതേതരത്വത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, ഐക്യത്തിന്റെ രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം അതുമാത്രമാണ്. കേരളത്തിലെ